രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കാനിടയില്ല. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് തടയാൻ രാഹുലിനുമേൽ UPA ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കി. NCP നേതാവ് ശരത് പവാർ അടക്കമുള്ളവർ കർണാടകയിൽ മത്സരിക്കുന്നതാണ് ഉചിതമെന്ന നിലപാട് ആവർത്തിച്ചു. സാധ്യത മങ്ങിയതോടെ രാഹുൽ വയനാട് സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന വിശദീകരണവുമായി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. വയനാട്ടിലാരെന്ന അനിശ്ചിതത്വം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് മത്സരിക്കേണ്ടതില്ലെന്ന ധാരണയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത്. UPA ഘടകകക്ഷികളുടെ സമ്മർദ്ദമാണ് കാരണം. NCP നേതാവ് ശരത് പവാർ രാഹുൽ കേരളത്തിൽ നിന്ന് മത്സരിക്കരുതെന്ന ശക്തമായ നിലപാടാണ് രാഹുലിനെയും സോണിയാഗാന്ധിയെയും അറിയിച്ചത്. ദേശീയതലത്തിൽ BJP വിരുദ്ധ സഖ്യത്തിന്റെ നേതൃനിരയിലുള്ള കോൺഗ്രസ് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയ ശരികേടാണ്. സോണിയാഗാന്ധി 98-ൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. വയനാട് രാഹുൽ മത്സരിക്കുന്നത് ദേശീയതലത്തിൽ BJPക്ക് ഗുണം ചെയ്യുമെന്നും പവാർ അറിയിച്ചതായാണ് സൂചന. ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവും ഇക്കാര്യം ആവർത്തിച്ചു. രാഹുൽ ഇല്ലെങ്കിൽ വയനാട് ടി സിദ്ദിഖ് തന്നെയാകും സ്ഥാനാർത്ഥി. രാഹുലിന്റെ പിന്മാറ്റമുണ്ടാക്കുന്ന ക്ഷീണം മറികടക്കാൻ മുതിർന്ന നേതാവ് മത്സരിക്കണമെന്ന ചർച്ച വന്നാൽ KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി എന്നിവരുടെ പേരുകളും ഉയരും. അതേസമയം രാഹുൽ വയനാട് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി മലക്കം മറിഞ്ഞു. കേരളത്തിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വരുമെന്നുള്ള സൂചന രാഹുൽജി ഒരു സമയത്തും രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കാനുള്ള സൂചന പോലും നൽകിയിട്ടില്ല. ഇതിനു മുമ്പ് അദ്ദേഹം മത്സരിച്ചിട്ടുമില്ല. രാഹുൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എന്തായാലും ഒരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കുക. ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം വരണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. CPMന്റെ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ഒരിക്കലും അങ്ങനെ CPMോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഇത്തരം ഒരു സമ്മർദ്ദം ഉണ്ടാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2ാം മണ്ഡലം കർണാടകത്തിൽ നിന്നായാൽ BJPക്കെതിരെ ശക്തമായ പോർമുഖം തുറക്കാമെന്ന അഭിപ്രായം കോൺഗ്രസിൽ സജീവമാണ്. ചിക്കോടി, റായ്ചൂർ മണ്ഡലങ്ങളാണ് രാഹുലിനായി കർണാടക PCC നിർദ്ദേശിച്ചിരിക്കുന്നത്. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്നാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ നേരത്തെ പ്രതികരിച്ചത്. മാർച്ച് 24-ന് നൽകിയ ബൈറ്റ് ഒരിക്കൽ കൂടി. ഒരു ആശയക്കുഴപ്പമില്ല, ഈ കാര്യത്തിലൊന്നും ഒരു ആശയക്കുഴപ്പമില്ല. തീരുമാനം രാഹുൽജിയുടെയാണ്. അദ്ദേഹം തീരുമാനം എടുക്കണമെന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇന്നലെ അദ്ദേഹം പാറ്റ്നയിലായിരുന്നു, അദ്ദേഹം വരാൻ വൈകി. പക്ഷേ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തില്ല എന്ന വാർത്തകളെ തുടർന്ന് തീർത്തും നിരാശയിലാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ വരുന്നില്ലെങ്കിൽ പ്രവർത്തകർക്ക് അത് വലിയ നിരാശയാകും നൽകുക എന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പറഞ്ഞു. ടി സിദ്ദിഖിനായി അരീക്കോട് കുനിയിൽ ഫ്ലക്സുകൾ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ 3-4 ദിവസം നേതാക്കന്മാരും പ്രവർത്തകരും നിറഞ്ഞിരുന്ന വയനാട് DCC ഓഫീസിന്റെ ഇന്ന് രാവിലത്തെ അവസ്ഥ ഇങ്ങനെ. 10 മണി കഴിഞ്ഞിട്ടും ആരുമില്ല. AICCയുടെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ്. തീരുമാനം എതിരായാൽ അത് നിരാശ നൽകുന്നത് തന്നെയാകും. രാഹുൽജിന്റെ വരവും പ്രതീക്ഷിച്ച് ഇന്ന് വയനാടൻ ജനതയും കേരള ജനതയും കാത്തിരിക്കുമ്പോൾ ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു നിരാശയുണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ടി സിദ്ദിഖ്. പൂർണ്ണ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. ആ തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയാണ്. വയനാട് ജില്ലയിൽ ഒരിടത്തും UDFന്റെ പ്രചാരണ തിരക്ക് ഇന്ന് കാണാനില്ല. അതേസമയം അരീക്കോട് കുനിയിൽ ടി സിദ്ദിഖിനായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. UDFന്റെ ഉറച്ച മണ്ഡലമായ വയനാട്ടിൽ ഇതിനോടകം LDF സ്ഥാനാർത്ഥി 3 റൗണ്ട് പര്യടനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. രാഹുൽ വരുന്നില്ലെങ്കിൽ പ്രവർത്തകരോട് അത് എങ്ങനെ വിശദീകരിക്കും എന്നറിയാതെ ഉഴറുകയാണ് UDF നേതൃത്വം. വയനാട്ടിൽ നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. അനിശ്ചിതത്വം തുടരുന്നത് വടകര, വയനാട് മണ്ഡലങ്ങളിലെ പ്രചാരണത്തെ ബാധിക്കുമെന്നാണ് വിമർശനം. വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം മലപ്പുറത്ത് ചേർന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നുവെന്ന വാർത്ത ഏറെ ആവേശത്തോടെയാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. എന്നാൽ പ്രചരണ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിലെത്തിയിട്ടും രാഹുലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നീളുന്നതിലാണ് ലീഗ് അതൃപ്തി പ്രകടിപ്പിക്കുന്നത്. വയനാട്, വടകര മണ്ഡലങ്ങളിലെ പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് വിമർശനം. വയനാട്ടിൽ അനിശ്ചിതത്വം തുടരുന്നത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ചില നിയോജകമണ്ഡലം കൺവെൻഷനുകൾ നടത്തിയെങ്കിലും താഴെത്തട്ടിൽ പ്രചരണമൊന്നും നടക്കുന്നില്ല. ലീഗിന് നിർണായക സ്വാധീനമുള്ള ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങളിൽ കൺവെൻഷനുകൾ നടന്നതുമില്ല. രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമാകാതിരിക്കുന്നത് വടകരയിലും അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. K. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം AICC ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തത് മണ്ഡലത്തിൽ ചൂടേറിയ ചർച്ചയാണ്.
മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കുന്ന ഇടതു സ്ഥാനാർത്ഥി പി ജയരാജൻ പ്രചരണ രംഗത്ത് ഏറെ മുന്നോട്ടു പോയപ്പോൾ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പര്യടനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അനിശ്ചിതത്വം നീളുന്നതിലെ അമർഷം പല ലീഗ് MLA-മാരും മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിച്ചു. രാഹുലിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതായാണ് സൂചന. MLA-മാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് പ്രതിഷേധം കടുപ്പിക്കാനാണ് മുസ്ലിം ലീഗ് നീക്കം. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നത് CPM-ന്റെ സമ്മർദ്ദം മൂലമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള നേരത്തെ പറഞ്ഞു. രാഹുൽ വന്നാൽ ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് CPM-ന്റെ ഭയമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഇത്രയും പാരമ്പര്യമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പ്രാദേശിക കക്ഷിയായി രൂപാന്തരപ്പെടുന്ന ഇടതുപക്ഷത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സമ്മർദ്ദത്തിന് എങ്ങനെ കീഴടങ്ങി എന്നുള്ളതാണ് പ്രശ്നം. ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ മത്സരിക്കട്ടെ. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അതിന് NDAക്ക് സാധിക്കും. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം തുടങ്ങി. ഇടുക്കിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജാണ് ഇന്ന് പട്ടിക സമർപ്പിച്ച പ്രമുഖ മുന്നണികളിലെ സ്ഥാനാർത്ഥി. 4-ാം തീയതിയാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി. വിജ്ഞാപനമായതോടെ സംസ്ഥാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഇടുക്കിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് മാത്രമാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളിൽ ഇന്ന് പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ SUCI സ്ഥാനാർത്ഥി S മിനി ജില്ലാ കളക്ടർ K വാസുകിക്ക് നാമനിർദ്ദേശ പത്രിക നൽകി. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ SUCIയുടെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ SUCI കാണുന്നത് ജനങ്ങളുടെ രാഷ്ട്രീയം, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. വിവിധ മണ്ഡലങ്ങളിലെ മുന്നണി സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കും. 5-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 8-ാം തീയതി വരെ പിൻവലിക്കാം. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 2,60,00,000 പേർക്കാണ് സംസ്ഥാനത്ത് വോട്ടവകാശം. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ ശബരിമല മുഖ്യ വിഷയമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ശബരിമല വിഷയമാക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിതുവരെ മുഖ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ശബരിമല ജനമനസ്സുകളിലുണ്ട്. അതൊരു മുറിവേറ്റ ഒരു വ്രണതഹൃദയരായി കിടക്കുന്ന വിശ്വാസികളാണ്. അവരതിന് ഉചിതമായ നിലയിൽ അതിനോട് പ്രതികരിക്കും, ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ അതിൻ്റെ പ്രചരണമായിട്ട് അതിനെ ആയുധമാക്കിയിട്ട് പ്രധാന ആയുധമാക്കി കൊണ്ടുവന്നല്ല. തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗം ഭാരവാഹി സ്ഥാനം രാജിവെച്ചേക്കും. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയുണ്ടായത്. SNDP യോഗത്തിന്റെ അടുത്ത കൗൺസിലിൽ വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം. തുഷാറിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്ന് പ്രീതി നടേശൻ വ്യക്തമാക്കി. രാവിലെ കൊല്ലത്ത് SNDP യോഗത്തിന്റെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് തുഷാർ വെള്ളാപ്പള്ളി നടേശനെയും പ്രീതി നടേശനെയും കണ്ടത്. യോഗം ഭാരവാഹിയായിരിക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ അനുവദിക്കില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ നിലപാട്. എന്നാൽ ഇന്നലെ ചേർന്ന യോഗം കൗൺസിലിലും ഡയറക്ടർ ബോർഡ് യോഗത്തിലും വെള്ളാപ്പള്ളി തുഷാറിന്റെ രാജി ആവശ്യപ്പെട്ടില്ല. വെള്ളാപ്പള്ളി നടേശന്റെ നിശബ്ദ അംഗീകാരത്തോടെയാണ് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് വ്യക്തം. തുഷാർ അച്ചടക്കമുള്ള സംഘടനാബോധമുള്ള ഒരു വൈസ് പ്രസിഡന്റാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു. സംഘടനയുടെ കീഴിൽ സംഘടനയുടെ നിർദ്ദേശം ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന സത്യം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുക. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും താൻ തൃശൂരിൽ തന്നെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് തുഷാർ പറഞ്ഞു. വിജയിക്കുമെന്നാണ് വിശ്വാസം. 100% ജയിച്ചിരിക്കും. യാതൊരു സംശയം എനിക്കില്ല. ഞാനല്ലേ സ്ഥാനാർത്ഥി. തുഷാർ തൃശൂരിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അമ്മ പ്രീതി നടേശനും പറഞ്ഞു. താൻ BDJS അംഗമാണ്. തൃശൂരിൽ മകന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും പ്രീതി നടേശൻ. തുഷാർ ജയിച്ചു വരണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്, അവന്റെ അമ്മ എന്നുള്ള രീതിയിൽ. രാവിലെ ശിവഗിരിയിലെ സന്ദർശനത്തിന് ശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളി കൊല്ലത്ത് മാതാപിതാക്കളെ കാണാനെത്തിയത്. ന്യൂസ് 18 കൊല്ലം. ബെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി കനത്ത ചൂട് തുടരും. വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ 3 ഡിഗ്രി വരെ ഇനിയും ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി രാജാക്കാട് ഒരാൾക്കും കോഴിക്കോട്ട് മുക്കത്ത് 2 പേർക്കും ഇന്ന് സൂര്യാതപമേറ്റു. കൊല്ലം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും കനത്ത ചൂട് അനുഭവപ്പെടുന്നു. ഇനിയും 2 മുതൽ 3 ഡിഗ്രി കൂടുമെന്നാണ് മുന്നറിയിപ്പ്. വയനാട് മറ്റെല്ലാ ജില്ലകളിലും സാധാരണ താപനിലയേക്കാൾ ചൂട് കൂടും. ഏപ്രിൽ ആദ്യവാരം വരെ ഈ സ്ഥിതി തുടരും. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം 3 ദിവസം കൂടി നീട്ടാനാണ് സാധ്യത.
ഇന്നലെ 102 പേരാണ് സൂര്യാതപമേറ്റ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത്. ഇടുക്കിയിൽ ഒരാൾക്കും കോഴിക്കോട് 2 പേർക്കും ഇന്ന് സൂര്യാതപമേറ്റു. എല്ലാ ജില്ലകളിലും ഇന്ന് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. പ്രതിരോധ പ്രവർത്തനങ്ങൾ, കുടിവെള്ളം ഉറപ്പാക്കൽ, പകർച്ചവ്യാധി തടയൽ എന്നിവ കൺട്രോൾ റൂമുകൾ ഏകോപിപ്പിക്കും. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള ചുമതല ജില്ലാ കളക്ടർമാർക്കാണ്. രാവിലെ 11നും വൈകിട്ട് 3നും ഇടയ്ക്ക് നേരിട്ട് സൂര്യപ്രകാശമേൽക്കരുതെന്നാണ് കർശന നിർദ്ദേശം. ഈ സമയത്ത് തൊഴിലാളികൾ പണിയെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പരിശോധന കർശനമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കനത്ത ചൂടിൽ കുടിവെള്ളത്തിനായി ദാഹിച്ച് പാലക്കാട്ടെ അതിർത്തി ഗ്രാമങ്ങൾ. പുഴകളിലും അരുവികളിലും നീരൊഴുക്ക് നിലച്ചതോടെ മണലിൽ കുഴികുത്തിയുണ്ടാക്കുന്ന ഉറവയെ ആശ്രയിച്ചാണ് ഈ മേഖലയിലെ കുടുംബങ്ങൾ കുടിവെള്ളം കണ്ടെത്തുന്നത്. ഇത് വാളയാറിലെ വാദ്യാർചള്ള മുട്ടണ ആദിവാസി ഊര്. നമ്മൾ കാണുന്ന ഈ ദൃശ്യം ഊര് നിവാസിയായ പാർവതിയും അവരുടെ മക്കളും മറ്റ് ഊര് നിവാസികളും വെള്ളത്തിനായി സമീപത്തെ അരുവിയിലേക്ക് നടക്കുന്നതാണ്. ചുട്ടുപൊള്ളിയ പാറയിലൂടെ നടന്ന് വറ്റിവരണ്ട അരുവിയിലെ മണലിന്റെ ചൂടറിഞ്ഞ് അവിടെ ഇവർ കുഴിച്ച കുഴിയിൽ ഉറവ പൊടിഞ്ഞുണ്ടായ കുറച്ചു വെള്ളം കോരിയെടുക്കാനാണ്. കത്തി നിൽക്കുന്ന സൂര്യന്റെ ചൂടേൽക്കാതിരിക്കാൻ മക്കളെ അരുവിയുടെ സമീപത്തെ കുറ്റിച്ചെടിയുടെ തണലിൽ ഇരുത്തി പാർവതി കയ്യിലുള്ള കുടത്തിലേക്ക് വെള്ളം കോരിയൊഴിക്കുന്നു. ഒരു കുടം വെള്ളം നിറഞ്ഞപ്പോഴേ കുഴിയിലെ വെള്ളം കഴിഞ്ഞു. ഇനി ഏറെ നേരം കാത്തിരിക്കണം അടുത്ത കുടം നിറയ്ക്കാൻ. രാത്രിയാകും ഇങ്ങനെ വന്ന് വെള്ളത്തിനൊക്കെ കാത്തു കെട്ടിയിട്ട് ഇരുന്നിട്ട് എടുക്കുക തന്നെ. പിന്നെ വെള്ളം ഇല്ലാണ്ട് പിന്നെ അങ്ങ് പിന്നെ എന്ത് പണി ചെയ്യാൻ പറ്റും? എല്ലാ വേനലിലും ഇതാണ് അവസ്ഥ. ഇതിനിടെ നിരവധി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ആ സമയത്തെല്ലാം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും വോട്ട് തേടി ഈ കോളനിയിൽ എത്തിയിട്ടുണ്ട്. അവരോടെല്ലാം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്യിക്കാൻ കോളനിയിലെ കിടപ്പ് രോഗികളെ വരെ വണ്ടിയിൽ കയറ്റി പോളിംഗ് ബൂത്തിലെത്തിച്ചവർ കുടിവെള്ള പ്രശ്നം മാത്രം കണ്ടില്ല. ഞങ്ങൾ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ ആരും ഒരു ഇതും ചെയ്തു തരണില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടും ഞങ്ങളുടെ ഇതോടെ ശരി. അവര് ഇലക്ഷൻ കഴിഞ്ഞു വെച്ചാൽ അവന്റെ കാര്യം കഴിഞ്ഞില്ല, മിണ്ടാതെ അവര് പോകും. വാളയാറിന് സമീപമുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ഇതാണ് അവസ്ഥ. കൂലിപ്പണിക്ക് പോലും പോവാൻ കഴിയാതെ കുടിവെള്ളം കിട്ടാൻ നെട്ടോട്ടമോടുന്നു. ഉരുകിയൊലിക്കുന്ന വേനലിൽ ദാഹനീര് തേടിയുള്ള ജീവിത സമരത്തിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ട് തേടിയെത്തുന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ കണ്ണുനീർ കാണാറില്ല. ക്യാമറാമാൻ KM പ്രീത്തിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. വയനാട്ടിൽ വീണ്ടും കർഷക ആത്മഹത്യ. തൃശ്ശിലേരി കാട്ടിക്കുളം VV കൃഷ്ണകുമാറാണ് ആത്മഹത്യ ചെയ്തത്. കൃഷ്ണകുമാറിന് വിവിധ ബാങ്കുകളിലായി 8 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തൃശ്ശിലേരി സഹകരണ ബാങ്കിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് കൃഷ്ണകുമാറിനുള്ളത്. കൂടാതെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും 4 ലക്ഷത്തോളം രൂപ വായ്പയെടുത്തിരുന്നു. ആനപ്പാറയിൽ 2.5 ഏക്കറോളം സ്ഥലത്തായിരുന്നു കൃഷി. വന്യമൃഗശല്യം മൂലം കൃഷി നശിക്കുന്നത് പതിവായതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത്. ഇന്ന് രാവിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഇതോടെ പ്രളയത്തിന് ശേഷം വയനാട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം 11ആയി. സംസ്ഥാനത്താകട്ടെ 46 കർഷകർ ഇക്കാലയളവിൽ ആത്മഹത്യ ചെയ്തു. മൊറട്ടോറിയം നിലനിൽക്കെ വയനാട്, ഇടുക്കി ജില്ലകളിൽ പല ബാങ്കുകളും ഇപ്പോഴും ജപ്തി നോട്ടീസുകൾ അയക്കുന്നുണ്ട്. മൊറട്ടോറിയം കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഫയലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കാർ ഇന്ന് വിശദീകരണം നൽകും. സർക്കാരിന്റെ ആവശ്യത്തിൽ വ്യക്തതയില്ല എന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫയൽ നേരത്തെ മടക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വിശദീകരണം നൽകുക. വിശദീകരണം ലഭിച്ചാൽ മൊറട്ടോറിയം നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ അറിയിച്ചിരുന്നു. ചൌക്കിദാർ മുദ്രാവാക്യമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കം. താൻ കാവൽക്കാരനാണെന്നും അനീതി കാട്ടില്ല എന്നും നരേന്ദ്രമോദി മീററ്റിൽ പറഞ്ഞു. 1 റാങ്ക് 1 പെൻഷൻ മുതൽ സാമ്പത്തിക സംവരണം വരെ കാവൽക്കാരന്റെ സർക്കാർ നടപ്പാക്കിയതാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. हमारे सैनिक 1 रैंक 1 पेंशन मांग रहे थे, उसको पूरा करने का काम भी इसी चौकीदार ने किया.
देश के करीब 12 करोड़ किसान परिवारों को 75,000 करोड़ रुपए की सीधी वार्षिक मदद का काम भी इसी चौकीदार ने किया। ഇന്ന് ഉത്തരാഖണ്ഡിലെ രുദ്രാപൂർ, ജമ്മു എന്നിവിടങ്ങളിലും മോദി റാലിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി 125 റാലികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹത്തെ തകർത്ത ഇന്ത്യയുടെ മിഷൻ ശക്തി പരീക്ഷണത്തെ വിമർശിച്ച് അമേരിക്ക. തകർക്കപ്പെടുന്ന ഉപഗ്രഹങ്ങളുടെ മാലിന്യങ്ങൾ ബഹിരാകാശത്ത് അടിഞ്ഞുകൂടാൻ ഇന്ത്യൻ പരീക്ഷണം കാരണമാകുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. ബഹിരാകാശത്ത് മാലിന്യം അവശേഷിക്കില്ലെന്നും മാലിന്യങ്ങൾ ഭൂമിയിൽ പതിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്നും തകർക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ത്യ നടത്തിയ പരീക്ഷണം മറ്റു രാജ്യങ്ങൾ പിന്തുടരുതെന്ന മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. ബഹിരാകാശം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും അവിടെ മാലിന്യങ്ങൾ നിറയ്ക്കരുതെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പാട്രിക് ഷാനഹാൻ പറഞ്ഞു. ഇന്ത്യയുടെ പരീക്ഷണത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ മിസൈൽ കൊണ്ട് തകർത്ത ഉപഗ്രഹത്തിന്റെ 250 ശകലങ്ങൾ ഭ്രമണപഥത്തിൽ പാറി നടക്കുകയാണെന്നും പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി. ഇന്ത്യയുടെ പരീക്ഷണത്തെ നാസയും വിമർശിച്ചു. ബഹിരാകാശത്ത് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് ബ്രിദൻസ്റ്റൈൻ പറഞ്ഞു. എന്നാൽ അന്തരീക്ഷത്തിലെ താഴ്ന്ന ഓർബിറ്റിൽ വെച്ചാണ് പരീക്ഷണം നടത്തിയതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇതിനാൽ ഉപഗ്രഹ മാലിന്യങ്ങൾ ബഹിരാകാശത്ത് അടിഞ്ഞുകൂടില്ലെന്നും അവശിഷ്ടങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ ഭൂമിയിൽ തന്നെ പതിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യയുടെ പരീക്ഷണത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ പരീക്ഷണത്തെ തുടർന്നുള്ള സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കശ്മീരിലെ ഷോപ്പിയാനിൽ 3 ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു. വൻ ആയുധശേഖരവും പിടിച്ചെടുത്തു. കേന്ദ്ര പോലീസ് സേനയും സൈന്യവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചത്. കൂടുതൽ ഭീകരർ സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ നിലപാട് ശക്തമാക്കി ലോകരാജ്യങ്ങൾ. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം അമേരിക്ക UN അംഗങ്ങൾക്കിടെ വിതരണം ചെയ്തു. പ്രമേയം ഇന്ന് വോട്ടിനിട്ടേക്കും. ഐക്യരാഷ്ട്രസഭയുടെ 15-അംഗ രക്ഷാസമിതിയിൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പിന്തുണയോടെയാണ് അമേരിക്ക പ്രമേയം കൊണ്ടുവരുന്നത്. പുതിയ നീക്കത്തിൽ ചൈന പ്രതികരിച്ചിട്ടില്ല. മുൻപ് 3 തവണയും പ്രമേയം ചൈന എതിർത്തിരുന്നു. അതിനിടെ മനുഷ്യാവകാശ വിഷയങ്ങൾ ഉയർത്തി ചൈനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്ക രംഗത്തെത്തി. ചൈന ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളെയും പീഡിപ്പിക്കുകയാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആരോപിച്ചു. നിരപരാധികളായി മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന ചൈന തന്നെ മറ്റൊരു വശത്ത് മുസ്ലിം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് മൈക്ക് പോംപിയോ കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയം പാസായാൽ മസൂദ് അസറിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഓച്ചിറയിൽ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കടത്തിയ സംഭവത്തിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞുവെന്ന് മുഖ്യപ്രതി മുഹമ്മദ് റോഷന്റെ പിതാവ് നവാസ്. പെൺകുട്ടിയുടെ ആധാർ കാർഡ് രക്ഷിതാക്കൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പിതാവ് നിരന്തരം മർദ്ദിക്കാറുണ്ട് എന്ന് പെൺകുട്ടി പരാതി പറഞ്ഞിരുന്നു. കുട്ടിയും റോഷനും നേരത്തെയും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ പരാതിക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും റോഷന്റെ പിതാവ് ആരോപിച്ചു. എന്നാൽ ഇപ്പോൾ ഇവർ ഹാജരാക്കിയ രേഖ കള്ളരേഖയാണെങ്കിൽ പോലും അതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് 17 വയസ്സും 6 മാസവും എന്നാണ്. ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ പിതാവ് 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ ആദ്യ ഭാര്യയിലുണ്ടായ മോളാണ് ഇപ്പോൾ ഒളിച്ചോടിയിരിക്കുന്നത് പറയപ്പെടുന്നത്. ആ പെൺകുട്ടിയുടെ പ്രായം യഥാർത്ഥത്തിൽ മാതാവിന് കൃത്യമായി അറിയില്ലെന്നുള്ളതാണ് സത്യം. ഇവരെ തന്നെ മാതാപിതാക്കളെ ചോദ്യം ചെയ്താൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉന്നത കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ഇല്ലാത്ത കള്ള കഥകളെല്ലാം ഉണ്ടാക്കിയെടുത്ത് കേസുകൾ കൊടുക്കുമായിരുന്നു ഉണ്ടായത്. ഇവർ പ്രണയത്തിലായിരുന്നെന്ന് എനിക്ക് സംശയം വരുന്ന ഒരു ഇതും കിട്ടിയിട്ടില്ല. കാര്യം അവരുമായി റോഡിൽ നിന്ന് സംസാരിക്കുന്ന മറ്റൊന്നും എനിക്ക് കണ്ടില്ല. തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെയും റോഷനെയും അല്പസമയത്തിനകം ഓച്ചിറയിലെത്തിക്കും. വിവരങ്ങളുമായി BB വിനോദ് ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, അല്പസമയത്തിനുള്ളിൽ പെൺകുട്ടിയെയും മുഹമ്മദ് റോഷനെയും ഓച്ചിറ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇരുവരെയും അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇവർ ആദ്യം ബാംഗ്ലൂരിലേക്ക്, പിന്നീട് രാജസ്ഥാനിലേക്കും അവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോവുകയായിരുന്നു. ഏതാണ്ട് 11 ദിവസമാകുന്നു ഇരുവരെയും കാണാതായിട്ട്. പെൺകുട്ടിയുമായി മുഹമ്മദ് റോഷന് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. ഇരുവരും സൗഹൃദത്തിലായിരുന്നു. ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് ഈ കാണാതായ കുട്ടി. നേരത്തെയും ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുഹമ്മദ് റോഷന്റെ അച്ഛൻ പ്രേം നവാസ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും മുഹമ്മദ് റോഷന്റെ പിതാവ് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ വിവാദങ്ങൾ രാഷ്ട്രീയമാണ്. മുഹമ്മദ് റോഷന്റെ പിതാവ് CPI ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇതിൽ ഗൂഢാലോചന നടത്തി, തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 പേർ അറസ്റ്റിലായിരുന്നു. അവരെ ഇന്ന് പോലീസ്
തെളിവെടുപ്പിന് കൊണ്ടുപോയിരുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പെൺകുട്ടിയെയും മുഹമ്മദ് റോഷനെയും ഇവിടേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. സനീഷ്, കൊച്ചുകുട്ടിയാണ് എന്നായിരുന്നു ബംഗാളിൽ വികസനമല്ല വാചകപടി മാത്രമാണ് നടക്കുന്നത് എന്ന ആരോപണത്തിലുള്ള മമതയുടെ മറുപടി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പ്രതിപക്ഷ കക്ഷികൾ അംഗീകരിക്കുമോ എന്ന ചർച്ചകൾ മുറുകുന്നതിനിടെയാണ് മമതയുടെ പരിഹാസം. രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ലെന്നത് ഒരു കാലത്ത് BJP നിരന്തരം ആവർത്തിച്ചിരുന്ന വിമർശനമായിരുന്നു. പ്രതിപക്ഷ കക്ഷിയായ തൃണമൂലും അതിന് സമാനമായ പ്രതികരണം ഇപ്പോൾ രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി മമതാ ബാനർജിക്ക് ബംഗാളിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് വിമർശിച്ചിരുന്നു. അതിന് മറുപടിയായാണ് ബംഗാൾ മുഖ്യമന്ത്രിയുടെ പരിഹാസം. രാഹുൽ വെറും കുട്ടിയാണെന്നും രാഹുലിന്റെ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ താൽപ്പര്യമില്ലെന്നും മമത പരിഹസിച്ചു. നേരത്തെ തന്നെ BJP വിരുദ്ധ സഖ്യത്തെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. രാഹുൽ കോൺഗ്രസ് അധ്യക്ഷനായ ശേഷവും പ്രതിപക്ഷ യോഗങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് സോണിയാഗാന്ധിയോ മറ്റു ഘടകകക്ഷികളോ ആയിരുന്നു. മമതയുടെ വിമർശനവും രാഹുലിന്റെ നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പാവപ്പെട്ടവർക്കുള്ള മിനിമം വേതനം പദ്ധതിയെ പരിഹസിച്ച BJP മാപ്പ് പറയണമെന്ന് കോൺഗ്രസ്. പാവപ്പെട്ടവർക്കും കർഷകർക്കുമുള്ളതാണ് പദ്ധതിയെന്ന് AICC വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. एक बार मजाक उड़ाया था नोटबंदी में, ताली बजा बजा कर इस देश के गरीबों का. जब इस പ്രേക്ഷകർക്ക് ആവേശമായി മോഹൻലാൽ ചിത്രം ലൂസിഫർ തിയേറ്ററുകളിലെത്തി. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ ത്രില്ലറിന്റെ ആദ്യ ഷോ കേരളത്തിലെ 400 തിയേറ്ററുകളിൽ രാവിലെ നടന്നു. കൊച്ചിയിൽ മോഹൻലാലും പൃഥ്വിരാജും ആദ്യ പ്രദർശനം കാണാനെത്തി. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായി മോഹൻലാൽ. പ്രത്യേകതകൾ ഏറെയുള്ള ലൂസിഫർ പ്രേക്ഷകർക്ക് ആവേശമായി. വിവേക് ഒബ്രോയ്, ടൊവിനോ, മഞ്ജു വാര്യരടക്കം വമ്പൻ താരനിര അണിനിരന്ന ചിത്രം കാണാൻ കേരളമെങ്ങും പൊരിവേലിനെ തോൽപ്പിച്ച പ്രേക്ഷകർ. ചിത്രത്തിന്റെ ആദ്യ ഷോ ആരാധകരോടൊപ്പം കണ്ടതിന്റെ സന്തോഷത്തിൽ മോഹൻലാലും പൃഥ്വിരാജും ടൊവിനോയും. പടം ഗംഭീരമാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെയുണ്ട് സിനിമ. നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു വരുന്ന പൃഥ്വിരാജ് പറഞ്ഞു. പൃഥ്വിരാജിന് ഇഷ്ടപ്പെട്ട മോഹൻലാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തടിച്ചുകൂടിയ പ്രേക്ഷകർക്കിടയിൽ വോട്ട് തേടി ചില സ്ഥാനാർത്ഥികളും എത്തി. എല്ലാ പടം കാണാറുണ്ട്, അതുകൊണ്ട് ഇത് മുടക്കിയില്ല. വമ്പൻ താരനിരയുമായി എത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ ലൂസിഫറിന് മികച്ച പ്രതികരണമാണ് കേരളത്തിൽ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മനു, ന്യൂസ് 18 തിരുവനന്തപുരം.